അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്ത ഒരു നിഅമത്ത് പോലെ മറ്റു ഒരു ജീവികൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംസാരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദരിച്ചത് ഈ ബുദ്ധി കൊണ്ടാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുമ്പോ ഒരു സ്വഹാബിയ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ബിഹുർമതി ഹാദിഹിൽ കഅബ ബിഹുർമതി ഹാദൽ ബൈത്ത് ലമാ ഗഫർത ലീ, ഈ പരിശുദ്ധമായ കഅബയുടെ ഹുർമത്ത് കൊണ്ട് നാദാ എനിക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, സഹോദരാ അങ്ങനെ പറയരുത് കേട്ടോ. ഈ കഅബയേക്കാൾ ഹുർമത്ത് നിന്റെ ശരീരത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട്, അല്ലാഹുവേ എന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ ആ സ്വഹാബിയോട് കൽപ്പിക്കുകയാണ്. കഅബയുടെ ഹുർമത്തിനേക്കാൾ ആ കഅബയുടെ ഹുർമത്ത്, ആദരവ്, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയത് മനുഷ്യന്റെ ശരീരത്തിനാണ്. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ ആദരവ്, അവന്റെ മഹത്വത്തെ അവൻ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാഹു ആദരിച്ചത് ഏറ്റവും വലിയ കാര്യമല്ലേ? മലക്കുകളെക്കാൾ അല്ലാഹു മനുഷ്യനെ ആദരിച്ചു, മൃഗങ്ങളെക്കാൾ അല്ലാഹു മനുഷ്യനെ ആദരിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലഖദ് കറംനാ ബനി ആദം വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സകലമാന വസ്തുക്കളെക്കാൾ അല്ലാഹ് ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയവൻ നീയാണ്. അതുകൊണ്ട് നിനക്കാണ് അഖില സ്തുതി അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഒരു രോഗിയെ നമ്മൾ കാണുമ്പോൾ, ഒരു രോഗിയുടെ അരികിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വേണ്ടി, ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്തതിന് ശേഷം നമ്മൾ പറയണം, അല്ലാഹുവേ ഇദ്ദേഹത്തിനേക്കാൾ നീ എന്നെ ആദരിച്ചു, കാരണം ഈ ഒരു രോഗം നൽകാതെ എന്നെ നീ അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിന് നൽകിയ ആ രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നതിനോടൊപ്പം ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദി അഫാനി മിമ്മാ ഇബ്തലാഹുല്ലാഹ് വഫളലനി ഖൈറൻ മിമ്മൻ ഖലഖ തഫ്ളീല. ഒരു ക്യാൻസർ രോഗിയുടെ അരികിൽ പോയാൽ നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. അദ്ദേഹത്തിന് ദുആ ഇരുന്നിട്ട്, പടച്ചവനെ ഇദ്ദേഹത്തിന് കൊടുത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അങ്ങനെ ഒരു രോഗം നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ സ്ഥിരമായി ദുആ ചെയ്യുന്നവർക്ക് ഈ പറയപ്പെടുന്ന നിലയിലുള്ള രോഗം അല്ലാഹു അവർക്ക് നൽകുകയില്ല എന്നാണ് കമാ ഖാല ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ ചോദിക്കാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ആ ഒരു വിപത്ത് നമുക്ക് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാരണങ്ങൾ നമുക്കതിൽ പഠിപ്പിച്ചിരുന്നുണ്ട്, പല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ചിലത് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നു, സദഖ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എപ്പോഴാണ്? നമസ്കാരം കഴിയുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞിട്ട്, ഖുർആൻ ഓതിയിട്ട്, നല്ല നല്ല അമലുകൾ ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. കാരണം ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്താണ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നത് ആ സമയത്തായതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചോദിക്കേണ്ട ദുആകളിൽ ശ്രേഷ്ഠമായ ദുആ ഏതെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം എന്നാ പറഞ്ഞത്.
ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത് ബാങ്ക് വിളിച്ചതിനും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് ദുആയ്ക്ക് മറയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ തീർച്ചയായും അല്ലാഹു അത് സ്വീകരിക്കും, അതിന് മറയില്ല. ആ സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹുവേ ആഫിയത്ത് നീ നൽകണേ, ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ ആര് ദുആ ചെയ്യുന്നുണ്ട്? ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞ സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളെല്ലാം. സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നീ ചോദിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിച്ച് ഇഖാമത്തിനിടയിലുള്ള സമയത്ത് ദുആയ്ക്ക് ഇജാബത്താണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് ചോദിക്കാൻ അർഹതയുള്ളത് നിന്റെ ശരീരത്തിന് മാരകമായ രോഗം നൽകല്ലേ അല്ലാ. എത്ര ചികിത്സിച്ചാലും മാറാത്ത വ്യാധി നൽകല്ലേ അല്ലാ. ഈ ദുആ നീ നിന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യണേ എന്ന് ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? എവിടെ ചെയ്യുന്നു? എത്രയോ ദുആകൾ നമ്മൾ മറന്നു പോകുന്നു, എത്രയോ ദുആകൾ മറന്നു പോകുന്നു. മക്കൾ ഇന്ന് പിഴച്ചു പോകുന്നു. ഒരുപാട് ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു വാളിന്, ഞാനിപ്പോൾ 3 മാസമായി വാള് തുടങ്ങിയിട്ട് ഓരോ ദിവസം പരിപാടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ നേരം വയനാട്ടിലേക്ക് പോകണം. ഒരു സദസ്സിലും ഈ കിളവന്മാരല്ലാതെ ചെറുപ്പക്കാരെ കാണാനില്ല. ഒരു സദസ്സിലും ഇല്ല. ഞാൻ എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കും, ആളുകൾ കൂടും, ഇഷ്ടംപോലെ ഉണ്ട്. വടക്കോട്ടൊക്കെ നല്ല ആളുണ്ട്. ഇവിടെ ഇപ്പം ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി കാണുന്നു തോന്നുന്നു. ആളുകളൊന്നും ഇല്ല. കരുനാഗപ്പള്ളിയെ അപേക്ഷിച്ചിടത്തോളം ഇങ്ങനെ അല്ലല്ലോ. ആളുകൾക്കൊന്നും വാളിനോടൊന്നും താല്പര്യമില്ല. അബീവേ, ഈ വാളൊന്നും വെക്കണം. ഞാൻ എവിടെയോ പ്രസംഗിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആരോ അതിനകത്ത് എടുത്തിട്ട് കയറി കളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറച്ച് കാഷ്ടം തിന്ന് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവൻ്റെ വയറ്റിപ്പിഴപ്പാണ്. ഞാൻ ഈ യൂട്യൂബിലെ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, മരിക്കുന്നവരെ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ വാള് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, ഷെയർ ചെയ്തിട്ട്, ലൈക്ക് അടിച്ചിട്ട്, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ പറയാറില്ല. ആ പൈസ ഞാൻ തിന്നാറുമില്ല. അതൊന്നും നമുക്ക് ഹലാലായ പൈസയല്ല. എൻ്റെ മസാലകളൊക്കെ നിങ്ങൾ പോയി ചോദിച്ചോളി, വാങ്ങുന്നവരടുത്ത് പോയി ചോദിച്ചോളി എൻ്റെ മസാല എന്താണെന്നുള്ളത്. എന്തായാലും നാളെ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് സമാനം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആളുകൾക്ക് വാളിനോട് കമ്പമില്ല. അവർക്ക് താല്പര്യം എന്താ? കളി, ചിരി. വലിയ ഒരു ഫുട്ബോൾ വെക്കി, ഒരു ഫുട്ബോൾ വെക്കി, ആള് കൂടും. ഒരു ഗാനമേള വെക്കി, ആള് കൂടും. ഒരു ഡാൻസ് വെക്കി, ആള് കൂടും. ഏത് ഗുദാമിൽ കൊണ്ടുവച്ചോ, ഏത് ഗുദാമിൽ നിങ്ങൾ കൊണ്ടുപോയി, കാലുകുത്താൻ അവിടെ സ്ഥലം കാണൂല. കാലുകുത്താൻ സ്ഥലം കാണൂല. ഇവിടെ ഇപ്പൊ ഒരു ഗാനമേള ആയിരുന്നു, ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവോ? ഞാൻ വെറുതെ പറയാം. ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വരുന്ന ഉദ്ഘാടനത്തിന് കാലുകുത്താൻ സ്ഥലം കാണുവോ? റോഡിൽ വണ്ടിയിടാൻ സ്ഥലം കാണുവോ? ചിന്തിച്ചു നോക്കി. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നബി തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ, അത് സംഭവിക്കാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, ലാ തദ്ഹബിൽ അയ്യാമു വല്ലയാലി കമാ ഹത്താ യഖ്ലുഖൽ ഖുർആൻ في صدور أقوام من هذه الأمة كما تخلق الثياب ويكون ما سواه أعجب لهم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാത്രിയും പകലും നശിക്കുകയില്ല, രാത്രിയും പകലും തകരുകയില്ല, അതായത് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യഖ്ലുഖൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഴകിച്ച് ദ്രവിച്ച് തുരുമ്പ് പിടിക്കുന്നത് വരെ. ഫീ സുദൂരി അഖ്വാമിൻ മിൻ ഹാദിഹിൽ ഉമ്മ,
എൻ്റെ സമുദായത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധമായ ഖുർആൻ കമാ തഖ്ലുഖു സിയാബു, പഴഞ്ചൻ വസ്ത്രം പഴകി നശിച്ച് ദ്രവിച്ചു പോകുന്നത് പോലെ ഈ ഖുർആൻ തൻ്റെ സമുദായത്തിൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ ദ്രവിച്ചു പോകുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല. നബീന റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സമുദായം, എൻ്റെ സമുദായത്തിനോട്, എൻ്റെ സമുദായത്തിന് ഖുർആനിനോട് ഒരിഷ്ടം ഉണ്ടാവൂല. ഖുർആനോട് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും. ഇഷ്ടം ഇതിനോടായിരിക്കും. വയകൂനു മാ സിവാഹു അജബലഹും, ഖുർആനല്ലാത്ത ഭൗതികമായ രസാനുഭൂതികളോടാണ് എൻ്റെ സമുദായത്തിന് ആഗ്രഹമുണ്ടാവുക. അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുവോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, അതിനേക്കാൾ കടുപ്പമേറിയ കാലം വരും സ്വഹാബാ. ഇപ്പൊ ഈ വാദിന്റെ സദസ്സിൽ ആളില്ലാത്തൊന്നും വലിയ കാര്യമില്ല. ഇനി ആള് വാലിന്റെ സദസ്സിൽ കൂടുന്ന ഒരു കാലം ഉണ്ടാവും. അത് നബി പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. പക്ഷെ വാള് കേൾക്കാനല്ല അവർ വരുന്നത്. അവര് വരും ഭയങ്കര ആളായിരിക്കും. ഇദാ കതുറ ഖുതബാഉ മനാബിരികും ഐ വതുതവലുൽ മനാബിർ വതുക്സറു സുഫൂഫ്, ധാരാളം പ്രഭാഷണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും സഫുകളായിട്ട് കൂട്ടമായി ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമായി നിങ്ങൾ കരുതണേ. കാരണം വഖുലൂബുഹും മുതബാഗിളാ വഅൽസിനതുഹും മുഖ്തലിഫാ, ആ വാള് കേൾക്കാൻ വരുന്നവരുടെ കൽബുകളെല്ലാം ക്രോധം കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയതായിരിക്കും സ്വഹാബത്തെ. അവർ വാള് കഴിഞ്ഞങ്ങോട്ടിറങ്ങിയാൽ വഅൽസിനതുഹും മുഖ്തലിഫാ, അവരുടെ നാവുകളുടെ ചർച്ച വിഭിന്നമായ ചർച്ചകളായിരിക്കും കേട്ടോ. ശരിയല്ലേ? ഇത് നാവ് കൊണ്ട് ചർച്ച ചെയ്യണ്ട. കമന്റ് അടിക്കുന്നത് എന്താ? ഈ വാലിന്റെ താഴോട്ടാണ്. ഇപ്പൊ ഈ വാലിന്റെ സൈറ്റ് എടുത്ത് വെച്ചിട്ട് എന്നെ അടിയിലോട്ട് നോക്ക്. ഇപ്പൊ നമുക്കെതിരെ ബോംബ് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ. ആലിമ്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ താഴെ ഇങ്ങനെ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. ആളുകൾ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് ഞാനിങ്ങനെ പറഞ്ഞാണ് ആരോ കമന്റ് വിട്ട്, മൊയ്ലിയാരെ ഇപ്പൊ ഒന്നും വാലിനൊന്നും ആളൊന്നും കൂടില്ല, നിങ്ങളൊക്കെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ പറഞ്ഞവൻ ശൈത്താനായി. കാരണം ഞാൻ ഹദീസ് ഓതിയത് കള്ളത്തരം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ കള്ളനായി. ഹദീസ് ഓതിയിട്ട് പറഞ്ഞത് ഇത് കള്ളവാണെന്ന് പറഞ്ഞവൻ ആരായി? ഏറ്റവും വലിയ കള്ളനായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമില്ലായിരുന്നു വേദന. എന്തായിരുന്നു സംഭവം? ഇവ വടക്കുമില്ല, ഇപ്പൊ തെക്കുമില്ല, പടിഞ്ഞാറുമില്ല, കിഴക്കുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയുള്ളൂ. പിന്നെ പണ്ട് പോലെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, അതിങ്ങനെ തന്നെയാണ്. പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കസ്റ്റമർ ഇപ്പോഴും കാണും, മരണം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഈ വലിയ ആളിന്റെ മുന്നിൽ കിടന്ന് അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്ന ശൈലിയൊന്നും അബൂബക്കറിനെ അപേക്ഷിച്ചിടത്തോളം ഇല്ല. 10 പേര് മതി. 10 പേര്. തിൽക അശറത്തും കാമില. ഇൽമു കേൾക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക, ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല ഇവിടെ മൊത്തം അടിച്ച് തിരിഞ്ഞ് ഗ്രൗണ്ടൊക്കെ നിറച്ച് പടക്കം പൊടിച്ചിട്ട്. ഇത് ബാല് കേൾക്കാനല്ല. ഈ ഉമ്മത്ത് നന്നാവേ ഇല്ല. ആര് നന്നായി പറ ഹബീബേ? ആര് നന്നായി? എന്തായിരുന്നു ബാല്? 10,000 പേരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. 10,000 കണക്കിന് 8,500 കസേര സംഘാടകരെടുത്ത ചരിത്രമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ ഓരോ പ്രാസംഗികമാർക്ക് 30,000 കസേര അവരെടുത്ത് ഫുൾ ആളുണ്ടായിരുന്നു. ഈ വാല് കെട്ടി ഉമ്മത്ത് നന്നായിരുന്നെങ്കിൽ കേരളം ഇപ്പൊ എന്തായാലും മക്കയായേനെ. കേരളം മക്ക മദീനയായി മാറിയേനെ. ഇത്രയും പേര് വല്ല നന്നായി വല്ല മാറ്റമുണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ കഞ്ചാവ് കച്ചവടക്കാണ് നമ്മുടെ കൗമ. ഈ അടുത്ത സമയത്ത് ഇന്നലെ പിടിച്ചാരാ ഇത്രയും താടിയുള്ള ഒരു കളവൻ.
തൊപ്പിയും വെച്ചിട്ട് ഇത്രയും ദാടിയുണ്ട്, തൊട്ടടുത്ത് ശിഷ്യൻ തൊപ്പിയുണ്ട്, ദാടിയുണ്ട്. ഷേഖും മുരീദും കൂടി 12 കിലോ കഞ്ചാവ് കടത്തുമായിരുന്നു, പൊക്കി. ഇത്രയും ദാടിയുണ്ട്. പത്രത്തിൽ കണ്ടാരല്ലോ? കണ്ടെന്ന് നിങ്ങളാരെങ്കിലും ഒരാൾ പറയുമ്പോഴേ എനിക്ക് മനസ്സമാധാനം, അല്ലെങ്കിൽ ഞാൻ ഇത് തള്ളിയിട്ട് പോയെന്ന് പറയും. ഇപ്പൊ തള്ളാൻ പറ്റൂലല്ലോ, ഈ സാമാനം ഇരിക്കല്ലേ. ഈ സാമാനം ഇരിക്കുമ്പം സത്യാവസ്ഥ മുസ്ലിയാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ഉണ്ടാവുമല്ലോ, ഇത് എവിടെ നിന്ന് അയാൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ എവിടെ ഉണ്ട്, ചുമ്മാ തള്ളാതെ മൊയിലാരെന്ന് പറയും, അതും പറയും. അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാനതുകൊണ്ട് ധൈര്യമായിട്ട് പറയും. എൻ്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കുക. അത് വേറെ മൊയിലാരോടും കമൻ്റൊന്നും അടിച്ചിട്ട് കാര്യമില്ല. നേരെ ഇങ്ങോട്ട് ചോദിച്ചോളൂ, ഞാൻ പോകുന്നതിനുള്ളിൽ എന്നോട് ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്, അല്ലെ മരിക്കുന്നതിനുള്ളിൽ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. അല്ല വേറെ ആരെങ്കിലും പ്രസംഗിക്കുന്നതിനൊന്നും എനിക്ക് മറുപടി തരാനുള്ള അവകാശമില്ല. അത് അവരോട് പോയി ചോദിക്കുക, എൻ്റെ കാര്യം എന്നോട് ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് വഅള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ നാടെന്ന് പറഞ്ഞാൽ താച്ചമുക്ക, ഈ പരിസരം എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ? ഈ പരിസരങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്, ഇവിടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളാണ്. അവര് വന്നാല് ഈ പരിസരത്ത് ഇത് പോരാ, ഇതുപോലെ ഇനി ഇതിന്റെ മുകളിലും കൂടെ വേണം കസേര. അതിലെ ഒരു 10% വന്നാൽ എനിക്കൊന്ന് ഇതൊന്നും ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ, എനിക്ക് ഇച്ചിരി ദൂരത്തൊക്കെ വന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ത്യാഗം സഹിച്ചു വരാൻ ഓടി വന്ന് എന്തിനാ അവിടെയൊക്കെ ആകെ ജുമാക്ക് മാത്രം ഒന്ന് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട്. അതിനെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഉസ്താദെ 9 മണിക്കാന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചാൽ ഓടി വരും. അവിടെ 9 മണിക്ക് വന്നപ്പം മലക്കും ചിന്നും ഇരിപ്പുണ്ട്. അവരൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ട് സ്കെച്ചിട്ട് വന്നു. പിന്നെ ഇൻസ് വന്നു. ആദ്യം മലക്കും ചിന്നും ഇരുന്നാണ്. നിങ്ങൾക്കൊക്കെ അവരെ കാണാൻ പറ്റിയോ? നമ്മൾ കണ്ട് സലാം പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് വാള് കേൾക്കുന്നവരോട് താല്പര്യമില്ല. ബീവേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഖൗമു അലാ ശരീഅത്തിൻ ഹസനത്തിൻ മാ ലം തൽഹർ ഫീഹിം സലാത്ത്. എൻ്റെ സമുദായം പരിശുദ്ധമായ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് ലോകമസ്തമിക്കില്ല കേട്ടോ. പക്ഷേ അവർ വഴുതി പോകുന്നത് എപ്പോഴാണെന്നറിയുവോ? 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും കേട്ടോ. ഞങ്ങൾ പറഞ്ഞാണ്, മുസ്ലിം സമുദായം ശരീഅത്തിൽ നിന്ന് മാറിപ്പോയാൽ പോയി തൊലഞ്ഞു, തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണം മാലം തൽഹർ ഫീഹി അൽ ഇൽമു. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഇൽമു എന്ന് നിന്നു പോകുന്നുവോ അതോടെ എൻ്റെ സമുദായം ദീനിൽ നിന്ന് വഴുതി പോകുമത്രേ. സമുദായം പഴിച്ചു പോകുന്നു. 3 കാര്യം നബി തങ്ങൾ പറഞ്ഞു. 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ സമുദായം പിഴയ്ക്കൂല. ഇത് വെളിപ്പെട്ടാൽ എന്റെ സമുദായം പിഴച്ചു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്ന് പോകുന്നു, കുത്തൊഴുക്കായിരിക്കും, ശരീഅത്തിൽ നിന്ന് പോകും. 12 വർഷം ആലിമായി ഡിഗ്രി എടുത്തവൻ ഇന്ന് നിരീശ്വരവാദിക്ക് വേണ്ടി പ്രസംഗിക്കുകയാ. ഖുർആനും ഹദീസും വെച്ചവൻ കളിക്കുകയാണ്. വേറെ കുറെ പെണ്ണുങ്ങളെ വിവരമില്ലാത്ത കുറെ എണ്ണം ഖുർആനും ഹദീസും വെച്ച് അവരും കളിക്കുകയാ. എത്രയെത്ര കുബുദ്ധിജീവികളാണ് ഖുർആനും ഹദീസും വെച്ച് കളിക്കുന്നത്. അവരൊക്കെ കളിക്കാൻ എന്താ അവകാശം? ഖുർആന്റെ അർത്ഥം എന്തെന്ന് അവർക്കറിയോ? ഖുർആൻ പറഞ്ഞാൽ എന്തെന്നറിയോ? ഇവരൊക്കെയാണ് പറയുന്നത്. അബൂബക്കറിന് മറുപടി, ഖുർആൻ ഓതിയതിനും ഹദീസ് ഓതിയതിനും ഒക്കെ ഈ ആയുധ വന്നാൽ കഴിവാത്തവളും മൂത്രമൊഴിച്ചാൽ കഴിവാത്തവളും ഇവളൊക്കെ വന്നിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത്. ഏതോ മദ്രസയിലൊക്കെ പോയപ്പോൾ ഏതോ ഉസ്താദ് കയറി പിടിച്ച അവള് വല്ല ചുമ്മാ ആർക്കടക്കം കൊടുക്കാൻ പോയി കാണും. അതിനിപ്പോൾ ഉസ്താദന്മാരെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇങ്ങനെ ആലിമികളെ വെച്ച് നബിതങ്ങളെ വെച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന വാക്ക് കേട്ടാലേ അതൊക്കെ പുഴുത്തി ചത്തുപോട്ടെ, ഇതൊക്കെ പുഴുത്ത് നാറി ചാവണം. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവളുമാര് ഈ ദുനിയാവിൽ റാഹത്തായിട്ട് പോയിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാനിന്ന് ജുമാക്ക് പ്രസംഗിച്ചാണ്, ഞാനത് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടായിരുന്നു. ഉഖബത്ത് ബിൻ മുഈത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്.
എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കും. ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അന്നഹു സ്വനഅ തആമൻ ഫദഅ അന്നാസ വദഅ റസൂലല്ലാഹ്, ജനങ്ങളെ ക്ഷണിച്ചു, ഹബീബായ തങ്ങളെ ക്ഷണിച്ചു. ജനങ്ങളെയും ക്ഷണിച്ചു, നബിതങ്ങളെയും ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അത്രയ്ക്കും വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഫലമ്മാ ഖുദ്ദിമ ഇലൈഹി തആമു فقال رسول الله صلى الله عليه وسلم ما أنا بآكل حتى تشهد أن لا إله إلا الله وأني رسول الله. ഞാൻ നിന്റെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ വാശി പിടിച്ചു. അപ്പോൾ ഫശഹിദ, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി, മുസ്ലിമായി. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ ഏറ്റവും വലിയ ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂട്ടുകാരനാണ് ഈ ഉഖബത്ത് ഇബ്നു മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി. ആരോ പോയി ഉബയ്യ് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിതാ മതം മാറി ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ്. ഫലമ്മാ ഉഖ്ബിറ ബിദാലിക, അദ്ദേഹത്തിന് ഇതിന്റെ വാർത്ത ലഭിച്ചപ്പോ അദ്ദേഹം തന്റെ സുഹൃത്തായ ഉഖബത്തിനെ വിളിച്ചിട്ട് പറയുകയാ, യാ ഉഖബ സബഅത, ഏ ഉഖബത്തെ നീ മതം മാറിയോ? ഉടനെ അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ നീ മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി, സദ്യക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ മുഹമ്മദിനെ ക്ഷണിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുഹമ്മദ് പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല എങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അതവർ നമ്മളെ ബന്ധത്തിന്റെ പേരിലാണ്, മഹബത്തിനെ നിർബന്ധിച്ചതല്ല. നമ്മളൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ പറയാറില്ലേ, ഞാൻ വരാം, അങ്ങോട്ട് വരാം, പക്ഷെ നീ ഇന്നിവിടെ വരാം, നീ എന്നും വരാം എന്ന് പറഞ്ഞ കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതേപോലെ ഒരു വക, അല്ല ആള് കെട്ടായത് പറഞ്ഞ ഒരു പക്ഷേ നിർബന്ധിച്ചുണ്ടോ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ തിന്നുള്ളൂ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുന്നല്ലോ, നിങ്ങൾ പറഞ്ഞു നീ എന്നും പറയാം ഷഹാദത്ത് കലിമ ചൊല്ലാൻ വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞല്ലേ. അന്ന് ദീനിന്റെ പ്രബോധന രംഗത്ത് നബി നിൽക്കല്ലേ, ഓരോ വ്യക്തികളെയും പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഫസ്തഹയൈതു അൻ യഖറുജ ഉഖബത്തേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ, തൃപ്തിപ്പെടണമെങ്കിൽ നീ മുഹമ്മദിന്റെ അരികിലേക്ക് പോയിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പണേ. എന്റെ തൃപ്തി നിനക്ക് വേണോ? ഇപ്പൊ ഓരോ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിലും പോവും, പൂജയും ചെയ്യും, തേങ്ങായും ഉടയ്ക്കും, അവിടെ പോയിട്ട് നിലവിളക്കം കത്തിക്കും, അവിടുന്ന് കിട്ടുന്നതും കോരി കുടിക്കും. കാരണം നിലനിൽക്കണ്ടേ? അപ്പൊ അതൊരു മതേതരവാദിയായി മാറി. അങ്ങനെയാണ് ഇപ്പൊ കൂടുതലും ഓരോ നേതാക്കന്മാര്. കർണാടകയിൽ ഒരു നേതാവുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഉരുളും, മുസ്ലിമാണ്, പോയി ഉരുളും ഒക്കെ. എന്തിനു വേണ്ടിട്ടാ? കാഫറായില്ലേ? ഇതൊക്കെ ഈ ഷിർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? 10 വോട്ടിന് വേണ്ടിയിട്ട്. ഈമാന്റെ അംശമുണ്ടോ? ഈമാനികപരമായിട്ടൊരു അംശമുണ്ടോ? ഒരു നേതാവുണ്ടായിരുന്നു, അയാൾ ചത്തുപോയി, നാമധാരിയായ മുസ്ലിം. അപ്പൊ ഒരു മനുഷ്യ ദൈവത്തിന്റെ മുന്നിൽ പെട്ട് പറഞ്ഞു, ഈ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം വേറെ ഇല്ലാന്ന്. അവൻ ചത്തുപോയി. അപ്പൊ അങ്ങനെ അധികാരത്തിന് വേണ്ടി ദുനിയാവിൽ കുറച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞവന്മാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, എന്റെ തൃപ്തി നിനക്ക് വേണോ? നീ മുഹമ്മദിന്റെ മുഖത്ത് പോയി തുപ്പ്, കാർക്കിച്ച് തുപ്പ്, അല്ലാതെ രക്ഷയില്ല. ഇദ്ദേഹത്തിന്റെ തൃപ്തി എടുത്ത അവിടുത്തെ മേയറല്ലേ. അങ്ങനെ ഉഖബത്ത് ഇബ്നു മുഈത്ത്
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് പോയി കാർക്കിച്ച് തുപ്പുകയാ. പക്ഷേ ആ തുപ്പലുണ്ടല്ലോ, ഫതർജിഉ അലാ വജ്ഹി ഫഹറഖഹു, അവന്റെ ആ തുപ്പൽ തിരിച്ചവന്റെ മുഖത്തേക്ക് മടങ്ങി വന്ന് അവന്റെ മുഖം മുഴുവനും കരിച്ച് ചാമ്പലാക്കി കളഞ്ഞില്ലേ? അവൻ നാളെ ആഖിറത്തിൽ വന്ന് വിരല് കടിച്ചിട്ട് പറയുന്ന രംഗം ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. ഇന്ന് കേവലം ദുനിയാവിന്റെ ഒരു പദവിക്ക് വേണ്ടി, ഒരു പ്രതാപത്തിന് വേണ്ടി 10 പേര് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുന്നതിന് വേണ്ടി, ലൈക്ക് അടിക്കുന്നതിന് വേണ്ടി, കുറെ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുന്ന വൃത്തികെട്ട ജനതയുണ്ടല്ലോ, അവർക്കിതൊരു പാഠമാകട്ടെ, പാഠമാകട്ടെ. ഹബീബായ തങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവന്റെ മുഖം അല്ലാഹു ദുനിയാവിൽ വെച്ച് കരിച്ചു കളഞ്ഞെങ്കിൽ ഇവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ അവന്റെ വിലാപം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാ. അവൻ പറയുകയാണ്, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ ആയത്ത് ഇവന്റെ പേരിൽ ഇറക്കിയതാണ് കേട്ടോ. അതിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട. ഹബീബിനെയും ശരീഅത്തിനെയും ആര് കളവാക്കിയോ, അതിനെ ആര് നിന്ദിച്ചോ, ദുനിയാവിൽ വെച്ചവർ അനുഭവിച്ചേ ചത്തുപോകൂ. പരിശുദ്ധ ഖുർആന്റെ വാക്യമാ, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അഹങ്കാരികളും തമ്മാടികളും നാളെ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസമുണ്ടല്ലോ. യഖൂലു, അവർ പറയുമത്രേ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചവനേ, ഭൗതികമായ രസത്തിനു വേണ്ടി, ഭൗതികമായ പദവിക്ക് വേണ്ടി, ക്ഷണികമായ നൈമിഷികമായ ഒരധികാര കസേരയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെയും ദീനിനെയും തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ, തള്ളിപ്പറഞ്ഞവളാണ് ഞാൻ. അല്ലാഹുവേ, ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പരിശുദ്ധമായ ദീന് അത് സത്യമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പിഴച്ചു പോയല്ലോ അല്ലാഹ്. പിശാചിത ഞങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ അല്ലാഹ്. അന്ന് ആ പ്രവാചകനെ ഞങ്ങൾ സത്യസന്ധനായ പ്രവാചകനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഏകനായ റബ്ബിനെ അവനല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ വിരലുകൾ കടിക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ലല്ലോ. ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞത് ദുനിയാവിലെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ദീനല്ല അവർക്ക് വലുത് ഹബീബേ, ദീനല്ല വലുത്. അതുകൊണ്ട് പരിശുദ്ധ ദീനിനെ കളവാക്കി പൈസ ഉണ്ടാക്കുന്നവൻ, പരിശുദ്ധ ദീനിനെയും ഹദീസുകളെയും ഉലമാക്കളെയും പണ്ഡിതനെയും പ്രവാചകനെയും ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയിട്ട് പണം ഉണ്ടാക്കുന്നവൻ നല്ല രീതിയിൽ ചത്തുപോവില്ല കേട്ടോ, ചത്തുപോവില്ല. പുഴുക്കും. അതാ പറഞ്ഞത് ഖുർആന്റെ ആയത്തായത്. എത്ര സംഭവം ഞാൻ പറഞ്ഞറിയാം, എനിക്കറിയാം. ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തിനാ പറയുന്നതൊക്കെ? ആലിമീങ്ങൾ ഇതെടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഹദീസുകൾ ആരുടേതാ? നബിതങ്ങളുടെ റിസാലത്തിന്റെ നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. ഉലമാക്കൾ ഇത് പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട. നമ്മൾ വലിയ തികഞ്ഞവരൊന്നുമല്ല.
ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ. യഅതി അലന്നാസി സമാൻ, ഒരു കാലം എൻ്റെ സമൂഹത്തിൻ്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹി അൽ ആലിമു, അന്ന് ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾ ഈ സമുദായം കേൾക്കില്ല കേട്ടോ. വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം, ഉലമാക്കളെ ബഹുമാനിക്കുന്ന ആണും പെണ്ണും അന്നുണ്ടാവില്ല കേട്ടോ. ശരിയല്ലേ? ശരിയാണോ? നിങ്ങളിപ്പോൾ ഭരണിക്കാവി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങളെ മോന്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചതിന് ശരിയായിരുന്നോ. ഇങ്ങനൊന്ന് വാതിനൊക്കെ അടുപ്പിച്ചിരുത്തണം. സ്റ്റേജിനോട് ഉസ്താദിനോട് അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ കൽബും സാമ്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ 7 വർഷമൊക്കെ പരിപാടി നടത്തിയ സംഘാടകരല്ലേ, ഇവരോടൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഉണ്ടോ ഈ ഹയാത്തോടുണ്ടോ മൗത്തിലാണോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ബഹറിനപ്പുറത്താണ്. അല്ല, ഹന്തക്ക് യുദ്ധം കേട്ടില്ല. ഹന്തക്ക് ഇത് എന്താ? ഹന്തക്ക് തന്നെ ഇടയ്ക്ക് ഒരു കുഴി, ഇങ്ങോട്ടാരും വരാതിരിക്കാൻ. അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. ഈ നഗറിന് നമുക്ക് ഹന്തക്ക് നഗർ എന്ന് പേരിടാം. ഇടയ്ക്കൊരു ഹന്തക്കുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സ്റ്റേജ് അവിടെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ആളുകൾ നമ്മുടെ അടുത്ത് കിട്ടും. അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ പ്രതികരണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാലും ആരും അറിയുന്നില്ല, ബീഡി വലിച്ചാലും ആരും അറിയില്ല, ചാറ്റിയാലും ആരും അറിയില്ല, മെല്ലെ ഫോണെടുത്ത് ചെവി വെച്ചുകൊണ്ട് പാഞ്ഞാലും ആരും അറിയില്ല. ഇത് മുന്നിൽ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ഫോൺ വിളിക്കാൻ സമ്മതിക്കൂല, മെസ്സേജ് വിടാൻ സമ്മതിക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഈ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും, ശരിയോ. അപ്പോൾ അവർ പറയും ശരിയാണോ. ഇപ്പം ആരുടെ അടുത്ത് ചോദിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ വന്നതിന് വേണ്ടി അങ്ങ് പറയാം. കുടുംബജീവിതം വെച്ചിരിക്കുക, കുടുംബമൊക്കെ കേട്ട് എന്ത് ചെയ്യാൻ? വേറെ ജോലിയൊന്നുമില്ലേ? കുടുംബജീവിതത്തെക്കാൾ ഈ പറയുന്നല്ലേ നല്ലത്. കുടുംബജീവിതം വെച്ചിട്ട് അവന്മാർ വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് ഇച്ചിരി കടുപ്പം കുറച്ച് പറയണത്. എന്തിനാ പിന്നെ ഇത്ര ത്യാഗം? എനിക്ക് കടുപ്പം കുറച്ചുള്ള പരിപാടി എനിക്കറിയില്ല. എനിക്ക് ഉള്ളത് ഓണം പോലെ പറയുക. ആ സിസ്റ്റക്കാരൻ അബൂബക്കർ, അത് എവിടെ ആയാലും ശരി, ഈ കടുപ്പം കുറച്ച് പരിപാടിയോ അല്ല. ഹദീസല്ലേ, ഹദീസ് പിന്നെ അങ്ങനെ കടുപ്പം കുറച്ച് പറയുന്നേ? ഹദീസ് കടുപ്പം കുറച്ച് പറയാൻ പറ്റൂലല്ലോ. ഹദീസിനകത്തുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് വേറെ മാറ്റി വെച്ചിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടക്കൂല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പ്രസംഗിക്കുന്നത് പഴച്ച പണ്ഡിതന്മാരാണെന്ന് ഹദീസ് ഞാൻ പറഞ്ഞു. അതാ കേട്ടോളി. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഹല്ലൗ ലഹും അൽ ഹറാമാ വഹറമു അലൈഹിം അൽ ഹലാലാ ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രസംഗിക്കാനും വഅദ് പറയാനും അവരിഷ്ടപ്പെടുന്നത് പോലെ ഫത്വ കൊടുക്കാനും ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും ഒരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തുണ്ടാകും വരെ ലാ തഖൂമുസ്സാഅ, ലോകമസ്തമിക്കില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്നു പണ്ഡിതന്മാർ. അവർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള വാദം പറഞ്ഞു തരും, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഫത്വ തരും. നിങ്ങൾക്ക് ഹലാലാക്കണമെങ്കിൽ ഹലാലാക്കി തരും, ഹറാമാണെങ്കിൽ ഹറാമാക്കി തരും. ഏത് വേണമെന്ന് ചോദിച്ചാൽ മതി. അയാൾക്ക് എന്തെങ്കിലും കൈമാടം കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ഇൽമില്ല എങ്കിൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇൽമ ആവശ്യമാണ്. ഇൽമ ആവശ്യത്തിന് ഇതേപോലുള്ള വാദ് വേണം. ഇതിപ്പോൾ എത്രയോ ചെലവ് ചെയ്ത് നമ്മുടെ ഈ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവരെ പിടിച്ചു നിർത്തി ഇതുപോലുള്ള നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? എല്ലാം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കൾക്ക് പോലും തന്നെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്തമില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാർ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാരൊന്ന് കൈപൊക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം തൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, സ്വാലിഹാക്കണേ പടച്ചവനെ, അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത വാപ്പാമാരുണ്ട്. കൈപൊക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പേര്. ആരും ചെയ്തില്ല. ചെയ്യാത്ത തന്നെ മറന്നു പോകുന്നതുകൊണ്ട് അശ്രദ്ധ കൊണ്ടുപോകണം. എന്നിട്ട് മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി. നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി അതിന് രണ്ടാമത് കൈപോക്കാൻ പറയത്തില്ല. എന്നറിയോ? ആരും പൊക്കൂല. എൻ്റെ മകൻ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണോ,
പടച്ചവനെ ദുബായിക്ക് പോയിട്ട് ജോലിയൊന്നും ആയില്ല, അല്ല എങ്ങനെയെങ്കിലും നീ ഒരു ജോലിയാക്കി കൊടുക്കണം. വീട് വെച്ചിട്ടില്ല, അടച്ചോനെ വീടാക്കണം. ഒരു പെണ്ണ് കെട്ടിട്ടില്ല, ഒരു പെണ്ണിനെ കെട്ടണം. 5-6 പോയി നോക്കി, ഒന്നും ശരിയാവുന്നില്ല, ഒന്ന് കബൂലാക്കി കൊടുക്കണം. അല്ല ഒന്ന് റാഹത്തൊരു കട ഇട്ടിട്ടുണ്ട് പടച്ചവനെ, അതൊന്നും കച്ചവടമൊന്നും ആയിട്ടില്ല, കസ്റ്റമറിനെ കിട്ടുന്നില്ല, നീ അതൊന്ന് റാഹത്താക്കി കൊടുക്കണം. അല്ല ഈ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മക്കളെ കൊണ്ടുള്ള ദുആയ, ആ ദുആ എവിടത്തേക്കാ? ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി. എന്റെ മോനെ ഈമാനോടെ നീ മരിപ്പിച്ച് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ടോ? ഒന്ന് കൈവക്കാം, അവർ മാത്രമേ വെക്കാവൂ. 4 പേര്, എല്ലാവർക്കും അല്ലാഹ് കൊടുക്കട്ടെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആർക്കാൻ പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അപ്പൊ ഭൂരിപക്ഷവും ആളുകൾ എന്താണെന്നറിയോ? ആഗ്രഹം എന്താ? ദുനിയാവ്. ഞാൻ ഇങ്ങനെ പറയാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുറ്റം പറയല്ല കേട്ടോ, ആരെയും കുറ്റം പറയല്ല. എല്ലാവർക്കും അല്ലാഹു നല്ല കൂലിയും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ബർക്കത്തും ഒക്കെ അല്ലാഹ് തരട്ടെ. നമുക്ക് ദ്വാരക്കാം. നല്ല രാവാണ്, ഞാൻ കുറ്റം പറയല്ല, ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ സംഭവം ശരിയല്ലേ? ആദ്യം 10, 16, 17 പേര് കൈവക്കി, രണ്ടാമത് പറഞ്ഞപ്പോൾ 4 പേരെ വെക്കുക. ശരിയല്ലേ ഉസ്താദ്? നിങ്ങൾ സാക്ഷിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ തള്ളിയെന്ന് പറയും. അതിനാണ് നിങ്ങളെ ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്താ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം? ദുനിയാവല്ലേ? ദുനിയാവിന്റെ കാര്യം നടക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു തരും കേട്ടോ. ആഖിറം ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ആഖിറം തരും കേട്ടോ. എന്നാൽ ദുനിയാവും ആഖിറവും മിങ്കിളാക്കി ചോദിച്ചാൽ ഇത് രണ്ടും അല്ലാഹു നിങ്ങൾക്ക് തരും കേട്ടോ. അതിലൊരു കുറവും അല്ലാഹു വരുത്തുകയില്ല കേട്ടോ. فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ദുനിയാവിലും നന്മ നീ ഞങ്ങൾക്ക് നൽകണേ, ആഖിറത്തിലും അതേപോലെ നന്മ നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ നമ്മൾ ചോദിക്കുകയാണ്. വഖിനാ അദാബന്നാർ. നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ആരാണോ അങ്ങനെ ദുആ ചെയ്യുന്നത്, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവർ വന്നതുകൊണ്ടും അവർ അറഫയിൽ നിന്നതുകൊണ്ടും അവർ പ്രയത്നിച്ചതുകൊണ്ടും അവരുടെ ദുആ കൊണ്ടും അവർ ചോദിച്ചത് കരസ്ഥമാക്കി, അവർ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം അവർ സ്വന്തമാക്കി.